ഉച്ചക്ക് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും സീനി വിശന്നിട്ട് അവൻ വന്ന് വഴക്കുണ്ടാക്കിയിട്ട് അവന് ഫുഡ് കൊടുത്തു. അവൻ കുറേ നേരമായി മക്കളുടെ റൂമിൻ്റെ വാതിൽക്കൽ പോയി ഇന്ന് കരയുന്നു. അവർ എഴുന്നേൽക്കുന്നില്ലെന്നുണ്ടപ്പോൾ എൻ്റെ പിന്നാലെ വന്ന്. പിന്നെ കിച്ചണിൽ ചെന്നപ്പോഴത്തേക്കും കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ചെമ്മീൻ ചോറും വെക്കാം. ചിക്കൻ്റെ ബ്രസ്റ്റ് ഉണ്ടായിരുന്നു, അത് പൊരിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. വെള്ളിയാഴ്ച പുറത്ത് ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞത് ചിക്കൻ വാങ്ങിക്കണം തിരിച്ചു വരുമ്പം. അപ്പം ശനിയാഴ്ച ഉച്ചയ്ക്ക് ബിരിയാണി വെച്ച് വെച്ചാൽ വൈകുന്നേരത്തേക്കും കൂടെ ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെ അങ്ങനെ ചെമ്മീൻ ചോറും ഒക്കെ ഉണ്ടാക്കി കഴിച്ച്. ഇതെല്ലാം കഴിയുമ്പോൾ ഫുഡടി കഴിയുമ്പോൾ നമുക്ക് ടേബിളിന് ചുറ്റും ഇരുന്നൊരു സംസാരം ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ കുറേ നേരം ഇരിക്കുക. സത്യം പറഞ്ഞാൽ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞൊരു 3:30 ആകുമ്പോൾ ഇറങ്ങണമെന്ന് വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ 4 മണി അടുത്തായി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പം. കോബാർ ഒന്ന് പോകണമായിരുന്നു, പേരൻറ്റ്സ് മീറ്റിംഗ് ഉണ്ട്. അങ്ങനെ കോബാർ പോയ കുറച്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നല്ല നേരം വൈകി. ഇപ്പം ചൂടായിട്ടുണ്ട്, ഇനി കറക്കമൊക്കെ തീരാനായിട്ടുണ്ട്. എന്നാലും നമുക്കൊരു അത്യാവശ്യ കാര്യത്തിന് പുറത്തേക്ക് ഇറങ്ങേണ്ടത് കാരണം നമ്മൾ ഇറങ്ങി. പക്ഷേ കോബാറിൽ നിന്ന് നമ്മൾ ദമാമിലെത്തുമ്പോൾ തന്നെ നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു. കോഫി ഹൗസിൽ വന്നിട്ട് ഓരോ കോഫിയും ചായയൊക്കെ കുടിച്ച് അപ്പം നമുക്ക് വേണ്ടപ്പെട്ടവർ അവിടെയും കാണുമല്ലോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി. പാകിസ്ഥാനി ഫുഡ് കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് പോകുന്നത്. അവിടെ പോയി ഫുഡും കഴിച്ച് നേരെ വീട്ടിലേക്ക്.